ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഭാഗ്യവാൻ എന്ന വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു മനുഷ്യന്റെ ഭാഗ്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. നീതി പ്രവർത്തിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം ദൈവം നീതിമാനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം നീതിമാന്മാരായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. കാരണം ദൈവിക സ്വഭാവമാണ് സകല മനുഷ്യരിലും ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ നീതി എവിടെ നിലകൊള്ളുന്നു എന്നുള്ള ചോദ്യത്തിന് അത് സംശയമൊന്നുമില്ലാതെ അവൻ്റെ വചനത്തിൽ തന്നെ നിലകൊള്ളുന്നു എന്ന് നമുക്ക് സംശയമില്ലാതെ മനസ്സിലാക്കാം. കാരണം അവൻ്റെ വചനം അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നീതിമാന്മാരായിരിക്കും എന്നാണ് വചനം. അപ്പോൾ നമുക്ക് ദൈവത്തെ പോലെ നീതിമാന്മാരായി തീരാൻ ഒരു വഴി ദൈവം തന്നിരിക്കുന്നത് തൻ്റെ വചനമാണ്. ആ വചനം അനുസരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ നീതിമാന്മാരായി തീരാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക വാക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവർ അവർക്കൊരു ഭാഗ്യമുണ്ട്. അല്ലാത്തവർക്കും ഭാഗ്യമുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലും നീതി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ജീവിതം പ്രതികൂലത്തിൽ വരുമ്പോൾ അവിടെ എങ്ങനെ പ്രവർത്തിക്കണം? അവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ശ്രദ്ധ, ഒരു മനുഷ്യനെ ഭാഗ്യവാനാക്കാൻ ദൈവം ശ്രദ്ധിക്കുന്നത് എവിടെയെല്ലാം എന്ന് നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ. കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ എത്ര 1000 കോടിയാണെങ്കിലും നിങ്ങൾ ഭൂലോകത്തിലൊക്കെ നിറയാനാ പറഞ്ഞത്. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെയും ആഹാരം എവിടുന്ന് കൊണ്ടുവരും? ഇവർക്കൊക്കെയും വേണ്ട ഭക്ഷണം, ഇവർക്കൊക്കെ വേണ്ട ജീവിത സൗകര്യങ്ങൾ, ഭവനം, ഇതൊക്കെ ആര് കൊടുക്കും എന്നുള്ള ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യർക്ക് വരാം. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. കാരണം ഇതുപോലെ ഈ ലോകം മാത്രമല്ല, ഇതുപോലെ 1000 ഭൂമി വേറെ ഉണ്ടെങ്കിലും അതിലുള്ളവർ മുഴുവനും ഏറ്റവും സമ്പന്നമായി നടത്താൻ ദൈവത്തിന് കഴിയും. അത്രമാത്രം കഴിവ് ദൈവത്തിൻ്റെ കഴിവിനെ കുറിച്ച് നമുക്കൊന്നും അറിവില്ലെന്നുള്ളതാണ്. അത്രമാത്രം ഭയങ്കരമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇവിടെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യന് അവൻ സമ്പന്നനായിത്തീരാൻ, ഇന്നിപ്പോൾ ഇവിടെ അരിക്ക് ക്ഷാമമായുള്ളത് കൊണ്ട് ദൈവം അനുഗ്രഹം കുറച്ചേ കൊടുത്തുള്ളൂ എന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം അരിക്ക് ക്ഷാമം എന്ന് പറയുന്നത് ദൈവത്തിന് ജനത്തിനുള്ളതല്ല. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ക്ഷാമകാലത്ത് നിന്നെ അത് ബാധിക്കില്ലെന്ന്. അപ്പൊ ദൈവം സ്നേഹിച്ച് ശാസിച്ച് ശിക്ഷിച്ച് നടത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ദാരിദ്ര്യമോ, ഇവിടെ അരിയുണ്ടോ, ഇവിടെ വെള്ളമുണ്ടോ, ഇവിടെ ക്ഷാമം, ഇതൊന്നും അവർ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്കൊക്കെയും ഏത് സാഹചര്യത്തിലും നൽകുവാൻ കഴിവുള്ളവനാണ് ദൈവം. പക്ഷേ ഒരു കാര്യവും കൂടി അതിൽ ശ്രദ്ധിക്കണം. ഇത് ദൈവം എല്ലാ സാഹചര്യങ്ങളിലും ഇങ്ങനെ ദൈവം സഹായിക്കാനായിട്ട് ഒരുക്കമുള്ളവനായി, മനസ്സുള്ളവനായിട്ട് മനുഷ്യരോടൊപ്പം ഉണ്ട്, നമ്മോടൊപ്പം ഉണ്ട്. ഏത് സാഹചര്യത്തിലും കർത്താവിന് സഹായിക്കാൻ കഴിയും. മനുഷ്യൻ മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിൽ അവരെ ജീവിപ്പിച്ചവനാണ് യേശു. ശമരിയുടെ പരിവാദിക്കൽ പട്ടണം കൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണത്തില് ചെക്കലിന് 2 സയ ഗോതമ്പുമാവും 2 സയ യവവും വിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് എല്ലാവർക്കും അതിശയമായി തോന്നി. പക്ഷെ പിറ്റേ ദിവസം കർത്താവ് വാക്ക് പാലിച്ചതാ. അതുപോലെ തന്നെ 5 അപ്പം കൊണ്ട് എങ്ങനെ ഈ കാട്ടില്, ഈ മലയിൽ എവിടെ നിന്ന് ആര് ഭക്ഷണം കൊണ്ടുവരും എന്ന് ചിന്തിക്കുമ്പോൾ ആ 5000 പേർക്കും, ആ ഇരുന്നവർക്ക്, ഒരു 5000 പേർക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു സദ്യ ഒരുക്കണമെങ്കിൽ എത്ര പേര് വേണം? 100 പേർക്ക് സദ്യ ഒരുക്കണമെങ്കിൽ തന്നെ എത്ര ഒരുക്കങ്ങൾ ആവശ്യമാണ്. ഇത് യാതൊരു ഒരുക്കവുമില്ല. തൃപ്തരായി
ഭക്ഷിച്ച് തൃപ്തരായി മതി എന്ന് പറയത്തക്കവണ്ണം 5000 പേർക്ക് ആ ഭക്ഷണം എവിടുന്ന് വന്നു? അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ ശക്തിയെ നമ്മൾ അറിയാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ കർത്താവാകുന്നു. എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. സകലതും കർത്താവിന് കഴിയും. അതാദ്യമേ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ലോകത്തിൽ ഇത് ദുഷ്കാലമാണ്. നമ്മള് ചോറും ഭക്ഷണമൊക്കെ വേസ്റ്റ് ചെയ്യാതെ നോക്കണം. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. നമുക്ക് നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഈ ആധാരം. അതിനാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ചില ദൈവം ചിലരെ പോറ്റുന്നു, ചിലരെ നടത്തുന്നു, ക്ഷാമത്തിലും നടത്തുന്നു, വേ പ്രയാസത്തിലും നടത്തുന്നു, കഷ്ടത്തിലും നടത്തുന്നു. ഇങ്ങനെ ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അവരെ ദൈവം വഴി നടത്തുകയാണ്. പക്ഷേ ആഹ് അപ്പോഴും അവർക്ക് ഒരു ആഹ് അവർക്ക് ഒരു സമ്പന്നതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും ജീവിതത്തിൽ അങ്ങനെയല്ല. ദൈവം അങ്ങ് നടത്തിക്കൊണ്ട് പോകുന്നു പട്ടിണിയില്ലാതെ. നഷ്ടപ്പെട്ടു പോകാതെ നടത്തിക്കൊണ്ട് പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു മഹാഭാഗ്യത്തോടു കൂടി നടത്തപ്പെടുന്ന മനുഷ്യരുണ്ട്. അതായത് എവിടെ എന്തെല്ലാം ലോകത്തിന് സംഭവിച്ചാലും അവരെ ബാധിക്കില്ല. അവർക്കത് ബാധകമല്ല. കാരണം അത് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കാണാം. പല ഭവനക്കാരും, പല ജാതികളും, പല സമൂഹവും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈടെ ഈ ലോകത്തിലുള്ളവർ മുഴുവൻ എത്രയോ പേര് പട്ടിണി കിടന്ന് ചത്ത്. ഈ ഒരു കൂട്ടം ജനത്തിന് മാത്രം ഒരു ഓട്ടം വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സമൂഹം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അത് നോക്കുമ്പോൾ അറിയാം. അത് എന്തുകൊണ്ടാണത്? ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് നിലയിലും നടത്തുവാനും സമ്പന്നമായി നിങ്ങൾ ഈ ഉപജീവനം കഴിക്കാനും തക്കവണ്ണം സഹായിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. പക്ഷേ അതുപോലെ തന്നെ നിങ്ങളും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത് നീതി പ്രവർത്തിക്കുക എന്നുള്ളതല്ല. പിന്നെയോ എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുക. എല്ലായ്പ്പോഴും. അവിടെ അല്പം പ്രയാസമുണ്ട്. എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രയാസമുള്ള കാര്യമാണ്. അതിന് ഉദാഹരണം പറയുമ്പോൾ അതായത് പണ്ടൊരിക്കൽ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. അതായത് ഇന്നത്തെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി കനാൻ ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവര് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി, സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോയി ദൈവത്തിന്റെ കൽപ്പന മേടിക്കാൻ. ദൈവമായിട്ട് സംസാരിക്കാൻ പോവാ. 40 രാവും 40 പകലും മോശ അവിടെ ദൈവത്തിന് മുമ്പാകെ വീണ് കിടന്ന് അവിടുന്ന് ന്യായപ്രമാണം പ്രാപിച്ച് എഴുതിക്കൊണ്ട് വരാനായിട്ട് പോയിരിക്കുക. കുറച്ച് ദിവസമായിട്ടും ഇവനെ മോശയെ കാണാതായപ്പോഴേക്കും ജനം എല്ലാവരും കൂടെ കൂടി അഹരോനെ വിളിച്ച് അവന് ഒച്ചപ്പാടുണ്ടാക്കി നമുക്ക് ആരാധിപ്പാൻ. മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു തീരുമാനത്തിൽ വരണം. ഞങ്ങൾക്ക് മുമ്പായിട്ട് പോകാൻ ഒരു ദൈവം വേണം. ദൈവങ്ങൾ വേണം. അവര് മിസ്രയീമിൽ പഠിച്ചതാ. അവിടുത്തെ ദൈവങ്ങളെ അവര് കണ്ടിട്ടുണ്ട്. അങ്ങനെ അവര് അഹരോനെ കൊണ്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. കാളക്കുട്ടി വാർത്ത് ഉണ്ടാക്കി അതിന്റെ മുമ്പാകെ ആരാധിച്ചു. ഈ സമയമായപ്പോഴേക്കും മോശ ന്യായപ്രമാണം പ്രാപിച്ച് 2 കൽപ്പനയിലായിട്ട് അത് എഴുതി കർത്താവ് എഴുതി കൊടുത്തു. അതിനുശേഷം പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ഇവിടെ ഭയങ്കര ഉത്സവം പോലെ നടക്കുക. എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മോശ വരാനും താമസിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് വിഗ്രഹം ഉണ്ടാക്കി അതിന് മുമ്പിൽ കിടന്ന് ആർത്ത് ഘോഷിക്കുന്ന ഘോഷമാണ് ഈ കേൾക്കുന്നത്. മോശ സങ്കടം കൊണ്ടും കോപം കൊണ്ടും നിറഞ്ഞു കയ്യിലിരുന്ന കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. അവരെ വിളിച്ചതിന് ശേഷം ഇത് ചെയ്തത് ആര് എന്ന് അന്വേഷിച്ചു. അഹരോനോട് പറഞ്ഞപ്പോൾ അഹരോൻ തന്റെ നിരപരാധിത്വം പറഞ്ഞു. അപ്പോ അവസാനം ഇതിന്റെ ആളുകളെയൊക്കെ ഏകദേശം മോശ മനസ്സിലാക്കി. അത് കഴിഞ്ഞ ശേഷം പാളയത്തിലൊരു പ്രഖ്യാപനം ചെയ്തു. യഹോവയുടെ പക്ഷത്തുള്ള മാറി നിൽക്കട്ടെ. ആ കൂട്ടത്തില് ലേവ്യ ഗോത്രം മാറി. ഇസ്രായേൽ 12 ഗോത്രങ്ങളാണ്.
12 ഗോത്ര വംശങ്ങൾ. അതിൽ ലേവ്യ ഗോത്രം മാറി നിന്നു. ഞങ്ങൾ യഹോവയുടെ പക്ഷമാണ്. യഹോവയുടെ പക്ഷമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം യഹോവയുടെ പക്ഷം യഹോവ നിങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ദൈവം നീതിമാൻ. ദൈവം നീതി പ്രവർത്തിക്കുന്നവൻ. അതുപോലെ തന്നെ ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ പക്ഷക്കാരും നീതി പ്രവർത്തിക്കണം. മാത്രമല്ല എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കണം. അപ്പൊ ദൈവത്തിന്റെ പക്ഷക്കാരായി എന്ന് പറയാൻ എളുപ്പം കഴിയും. ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ യേശുവിനെ സാക്ഷീകരിക്കുന്നവനാണ്. ഞാൻ കർത്താവിന്റെ പക്ഷക്കാരനാണ് എന്നൊക്കെ പറയാൻ ഒറ്റ വാക്കിൽ കഴിയും. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അവന് ചെയ്യേണ്ട നീതിപ്രവൃത്തിയുണ്ട്. ആ നീതിപ്രവൃത്തി അങ്ങ് ചെയ്യണം. ആ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സാഹചര്യം പ്രതികൂലമായിട്ട് വരും. ആ നേരവും ഇത് ചെയ്യണം. ഇത്രയും കൂടെ കഴിഞ്ഞാലേ അവൻ നീതി ചെയ്യുന്നതിന്റെ പ്രതിഫലം വരുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വാളരിക്കുക കേട്ടാ പറഞ്ഞു. തങ്ങളുടെ വാള് ഊരി വാള് തന്റെ തങ്ങളുടെ കയ്യിൽ ചേർത്ത് പിടിച്ച് തയ്യാറായിക്കൊള്ളാം. തയ്യാറായി. ഇന്ന് ഇവിടെ ഇത് യഹോവയാണെന്നും പറഞ്ഞ് യഹോവയായ ദൈവം ഇതാണെന്ന് ഘോഷിച്ച് കാളക്കുട്ടിയെ യഹോവയെ കാളക്കുട്ടിയാക്കി കാളക്കുട്ടിയുടെ രൂപത്തിലാക്കി അതിന് മുമ്പാകെ ആരാധിച്ച് അതിന്റെ മുമ്പാകെ നൃത്തം ചെയ്ത് ഉത്സവം ഘോഷിച്ച എല്ലാവരെയും കയറി കൊന്നു കളയണം. ഓർക്കണം, നീതി പ്രവർത്തിക്കണം നല്ലതാ. എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കണം. ലേവ്യ ഗോത്രം എന്ത് ചെയ്തു? സംശയമൊന്നും വന്നില്ല. അവര് വാളെടുത്തു. എല്ലാവരും അവരവരുടെ ആയുധങ്ങളെടുത്ത് ഈ വിഗ്രഹത്തിന് മുമ്പിൽ തുള്ളി ആരാധിച്ച ഓരോ കൂടാരത്തിലേക്കും അവൻ കയറി. അന്ന് കൂടാരമാണ്, മരുഭൂമിയിലല്ലേ. കൂടാരത്തിലേക്കും കയറിയപ്പോ ആ ആ ഉത്സവം ഘോഷിച്ച ഒരു കൂടാരത്തിലേക്കും കയറിയപ്പോ അതിന് വചനം പറയുന്നത് ഇപ്രകാരമാണ്. ആ ചെന്ന് കഴിഞ്ഞപ്പോ അപ്പൻ വിഗ്രഹത്തിന് മുമ്പില് കാളക്കുട്ടിയുടെ മുമ്പിൽ തുള്ളി ആരാധിച്ച് ക്ഷീണിച്ചു വന്ന് കിടക്കുക. വാളങ്ങ് എടുത്തപ്പോ അപ്പൻ ചോദിച്ചു, മോനെ ഞാനാ? ഭയം പറയുന്നത് ഒരു ദാക്ഷിണ്യം കാണിച്ചില്ല. അവിടെ വിചാരത്തിനിടയില്ല വെട്ടി അപ്പനെ കൊന്നു കളഞ്ഞു. വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മയെ, വേറെ സ്ഥലത്ത് സഹോദരന്മാരാ, സ്വന്തം സഹോദരനാ, വേറെ മകനാ, ഭാര്യ, ഇങ്ങനെ പല ബന്ധുക്കളെ മുഴുവനും കയറിയതിപ്പോ പക്ഷെ കൊന്നു. ആ കൊന്നു കളഞ്ഞതിനെ കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കാം. ഈ പ്രവൃത്തി ചെയ്ത ലേവിയെ കുറിച്ച് പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളണം. ആവർത്തന പുസ്തകം 33 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിന്റെ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിങ്കൽ നീ കൊല്ലുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. വിഗ്രഹത്തെ ആരാധിച്ചവരെ കൊല്ലാൻ നേരത്ത് വാളെടുത്ത് ഓങ്ങിയപ്പോ അപ്പനും അമ്മയാണ്. അവര് വിഗ്രഹത്തിന് മുമ്പിൽ തുള്ളിയിട്ട് വന്ന് കിടക്കുക. മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അവരെ കണ്ടില്ല. ലേവി പറഞ്ഞു, നീ എന്ത് പണിയാ ചെയ്ത്? നീ കൊന്നത് നിന്റെ അപ്പനെ അമ്മയല്ലേ? അയ്യോ, ഞാൻ അപ്പനെ അമ്മയല്ല കണ്ടത്. ഇത് യഹോവയാണെന്ന് കാളക്കുട്ടിയെ നോക്കി ഘോഷിച്ച് പറഞ്ഞ് അതിന്റെ മുമ്പിൽ അതിനെ ആരാധിച്ച് നൃത്തം ചെയ്ത് ഗാനപ്രതിഗാനമായിട്ട് ആ പാടിയ അവരെ ഞാൻ കൊന്നു. അത് അപ്പനമ്മയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ യഹോവയുടെ പക്ഷക്കാരനായിട്ട് തിരിഞ്ഞു നിന്നവനാ. അവിടെ പക്ഷപാതം പാടില്ല. അവിടെ നീതി പ്രവർത്തിക്കണം. അടുത്തത്, സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തുമില്ല. ചിലര് കയറിയപ്പോ മക്കളാ ഇത് ചെയ്തേച്ച് വന്ന് കിടക്കണേ, കൊന്നു കളഞ്ഞു. ചിലപ്പോൾ സഹോദരന്മാരാ, ആദരിച്ചില്ല, കൊന്നു കളഞ്ഞു. അത്രയും വലിയൊരു പ്രവൃത്തി. ആ സമയത്ത് അയ്യോ എന്റെ മോനാ, അയ്യോ എന്റെ സഹോദരനാ, നിങ്ങൾ ക്ഷമിക്കാം, ഇനി മേലെ ചെയ്യരുത്. ചെയ്തില്ല. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് അത് നീതിയാണ്. ഇന്നിപ്പോ ഈ പ്രതിസന്ധിയില് ഇന്നിപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് വന്നിരിക്കുന്നത് എന്റെ ചോദനയായിരിക്കും. അത് നിവർത്തിച്ചേ മതിയാവും.
വെട്ടി. അപ്പനെയും, അമ്മയെയും, സഹോദരനെയും, മക്കളെയും, ഭാര്യയും എല്ലാം വെട്ടി. ഒരു ദാക്ഷിണ്യം കണ്ടില്ല. എന്ത് ചെയ്തു സംഭവിച്ചു? ആ, നിന്റെ വചനം അവർ പ്രമാണിച്ചു. നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. നിന്റെ നിയമം കാത്തു. ദൈവം എന്ത് ചെയ്തെന്നറിയോ? ഇത്രയും ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ നിലവിളി ഉണ്ടായി. വലിയ നിലവിളി. മോശയോട് പറഞ്ഞു, ഊറീമും തുമ്മീമും അവന്റെ ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഇസ്രായേലില് നമുക്ക് രേഖയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകാം. ഇത് സത്യമാണോ? ഇവൻ പറയണത് ശരിയാണോ? ഇന്നത് ശരിയാണോ? ഇന്നത് സംഭവിക്കുമോ? മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംശയം തീർക്കാനായിട്ട് ഊറീമും തുമ്മീമും എന്ന് പറഞ്ഞ ഒരു പുരോഹിത വസ്ത്രമുണ്ട്. വസ്ത്രത്തിലൊരു ഭാഗമാണ്. അത് ധരിച്ചുകൊണ്ട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അരുളപ്പാട് കൊടുക്കും. സത്യവും വെളിപ്പാടും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ദൈവം ഈ അപ്പൊ ദൈവത്തോട് ചോദിക്കാനായിട്ട് ധരിക്കേണ്ട പുരോഹിത വസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഊറീമും തുമ്മീമും. അത് അവനിട്ട് കൊടുക്കണം. ആരുടെയിട്ട്? ലേവിയുടെ ഇട്ട്. കാരണം അവൻ അപ്പനെയും അമ്മയെയും മക്കളെയും സഹോദരങ്ങളെയും ഭാര്യയെയും ആരെയും ആദരിക്കാതെ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചവനാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കാണ്, അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന്റെ ന്യായപ്രമാണം ഉപദേശിക്കും. ഇനി മേലാൽ ഉപദേശിക്കാനുള്ള കഴിവ് ആർക്കാന്നറിയാവോ? അവർക്കാണ്. വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള യോഗ്യത അവർക്കാണ്. കാരണം അവൻ എപ്പോഴും നീതി പ്രവർത്തിക്കുന്നവനാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, അവന്റെ ഭാഗ്യം എത്ര വലുത്. പിന്നെ തുടർന്ന് വായിക്കുമ്പോൾ അറിയാം, അവന്റെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെട്ടു, മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു, അവന്റെ സകല ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ മുമ്പാകെ പക്ഷപാതത്തിന് നിൽക്കാനായിട്ട് യോഗ്യനായിട്ട് ദൈവം അവനെ എണ്ണി. അവന്റെ കയ്യിൽ ഇരിക്കുന്നത് ഊറീമും തുമ്മീമും. ഊറീമും തുമ്മീമും ഉള്ളവൻ അവൻ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കും. അരുളപ്പാട് ദൈവം അവന് കൊടുക്കും. അവൻ ഇസ്രായേലിനോട് പറയും. അവന്റെ പദവി എത്ര വലുത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ആ ഭാഗ്യം ചെറിയ ഭാഗ്യമല്ല. കാരണം അവന്റെ നമ്മൾ വിചാരിക്കുന്നത് ആത്മീയമായ കാര്യം മാത്രം ഇല്ല. അതിൽ എഴുതിയിട്ടുണ്ട്, യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ, അവന്റെ സകല എതിരുകളെയും തകർത്ത് കളയും. അവന് ശത്രു ഇല്ല. അവന് ശത്രു ഉണ്ടാകാൻ കർത്താവ് സമ്മതിക്കില്ല. അവന് ഭൗതികമായി വിട്ടുവരാൻ കർത്താവ് സമ്മതിക്കില്ല. സകല വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതാണ് പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂല സാഹചര്യം വരുമ്പോൾ അവിടെയും ഞാൻ നീതിയെ പ്രവർത്തിക്കൂ എന്ന് ഒരു നിലപാടെടുത്താൽ, ആ ഘട്ടം ഒന്ന് കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പദവി വലുതാണ്. അവന്റെ ഭാഗ്യം ആർക്കും കണക്ക് കൂട്ടാൻ സാധിക്കാത്തതാണ്. ഇന്നും ലേവിയുടെ അനുഗ്രഹം പ്രശംസിക്കും. ദൈവത്തിന്റെ ആത്മാവും നമ്മെ അനുഗ്രഹിക്കുക.